ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മീഡിയൻ വോട്ടർ തിയറം എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മീഡിയൻ വോട്ടർ തിയറം, അത് നമുക്ക് ഈ മീഡിയൻ വോട്ടർ തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിൽ മീഡിയൻ വോട്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പേരടുത്തും ചായ്വില്ലാതെ ഏതാണ്ട് ഒരു 50-50% ആർക്കും വോട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വോട്ടറിനെയാണ് മീഡിയൻ വോട്ടർ എന്ന് പറയുന്നത്. അപ്പം ദ മീഡിയൻ വോട്ടർ തിയറം ഈസ് എ പ്രിൻസിപ്പിൾ ഇൻ പൊളിറ്റിക്കൽ എക്കണോമിക്സ്. അതായത് പൊളിറ്റിക്കൽ എക്കണോമിക്സിലെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ദാറ്റ് സ്റ്റേറ്റ്സ് ഇൻ എ മെജോറിറ്റി റൂൾ വോട്ടിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ സാധാരണ വോട്ടിംഗ് സിസ്റ്റത്തിൽ, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള വോട്ടിംഗ് സിസ്റ്റത്തിൽ ദ കാൻഡിഡേറ്റ് ഓർ പോളിസി, അത് കാൻഡിഡേറ്റ് ആയാലും അവർ നടപ്പിലാക്കുന്ന പോളിസി പദ്ധതികളായാലും ക്ലോസസ്റ്റ് ടു ദ പ്രിഫറൻസസ് ഓഫ് ദ മീഡിയൻ വോട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയൻ വോട്ടറിന്റെ പ്രിഫറൻസിനോട് അടുത്ത് നിൽക്കുന്ന ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു കാൻഡിഡേറ്റിന്റെ സ്വഭാവം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ജയിക്കും. ഓക്കെ, വോട്ടർ വിൽ വിൻ അസ്യൂമിങ് വോട്ടേഴ്സ് ഹാവ് സിംഗിൾ പീക്ഡ് പ്രിഫറൻസ്. അതായത് വോട്ടേഴ്സിന് സിംഗിൾ പീക്ഡ് പ്രിഫറൻസ് ആണ് ഉള്ളതെന്നാണ് ഇവിടെ. അങ്ങനെ ഒരു അസംഷൻ ഉണ്ട്. സിംഗിൾ പീക്ഡ് പ്രിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഡയഗ്രാം പറയുമ്പോൾ മനസ്സിലാവും. ഇത് നമുക്ക് ഇതിലെ സിംഗിൾ പീക്ഡ് പ്രിഫറൻസ് കാണിക്കുന്ന ഡയഗ്രാം നോക്കാം. ഇതിൽ എക്സ് ആക്സിൽ പോളിസീസ് ആണ്. അത് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടപ്പിലാക്കാൻ പോകുന്ന പോളിസീസ്, അതായത് ടാക്സ് റേറ്റ്സ്, പബ്ലിക് സ്പെൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പോളിസീസിൽ വരുന്നത്. അതാണ് എക്സ് ആക്സിൽ കാണിച്ചിരിക്കുന്നത്. വൈ ആക്സിൽ യൂട്ടിലിറ്റി ആണ്. അതായത് ഈ പോളിസി കൊണ്ട് ഒരു വോട്ടറിന് കിട്ടുന്ന ആ ഒരു പ്രയോജനം, ആ ഒരു ഉപയുക്തത, അതാണ് ഈ വൈ ആക്സിൽ യൂട്ടിലിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കർവ് ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ്. അതായത് ഇവിടെ P1 എന്നുള്ള പോയിന്റ് ഉണ്ട്. അതായത് ഈ P1 എന്നുള്ള പോയിന്റിൽ അത്രയും പോളിസികൾ നടപ്പിലാക്കിയാൽ നമ്മുടെ വോട്ടർക്ക് എത്ര യൂട്ടിലിറ്റിയാണ്? U1 എന്നുള്ള യൂട്ടിലിറ്റിയാണ് കിട്ടുന്നത്. എന്നാൽ അദ്ദേഹം അത് പ്രിഫർ ചെയ്യത്തില്ല. കാര്യം അദ്ദേഹത്തിന് കുറച്ചുകൂടെ യൂട്ടിലിറ്റി കിട്ടുന്ന പോളിസി ഏതാണ്? U2 എന്നുള്ള അത്രയും യൂട്ടിലിറ്റിയാണ് അദ്ദേഹത്തിന് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ വരുന്ന പോളിസി ഏതാണ്? ഇവർ നടപ്പിലാക്കുന്ന പോളിസി P2 എന്നുള്ള പോളിസിയാണ് നടപ്പിലാക്കാവുന്നത്. ഇങ്ങനെ പോളിസി നടപ്പിലാക്കിയാൽ ഈ വോട്ടർക്ക് U2 എന്നുള്ള യൂട്ടിലിറ്റി കിട്ടുന്നു. ഓക്കെ, ആണ് ദ പോയിന്റ്സ് P1 ആൻഡ് P2 റെപ്രസെന്റ്സ് ടു പോസിബിൾ പോളിസീസ്. മനസ്സിലായില്ലേ? ദ യൂട്ടിലിറ്റി അറ്റ് പോയിന്റ് P2 ഈസ് ഹയർ ദാൻ അറ്റ് P1. അത് P1-നെക്കാട്ടിലും ഹയർ ആണ് P2 എന്നുള്ള പോളിസിയിൽ കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ഈ വോട്ടർ എന്ത് ചെയ്യും? ആ P2 എന്നുള്ള ആ പോളിസിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് U2 എന്നുള്ള ആ ഒരു കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി കിട്ടുന്നു. അപ്പൊ ദ പീക്ക് ഓഫ് ദ കർവ് റെപ്രസെന്റ് ദ വോട്ടേഴ്സ് മോസ്റ്റ് പ്രിഫേർഡ് പോളിസി ഓപ്ഷൻ. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ മോസ്റ്റ് പ്രിഫേർഡ് പോളിസി ഓപ്ഷൻ എന്ന് പറയുന്നത് P2 ആണ്. ഓക്കെ, അതാണ് ഈ സിംഗിൾ പീക്ഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ കീ അസംഷൻസ് നോക്കാം. അതിൽ ഒന്നാമത്തത് സിംഗിൾ പീക്ഡ് പ്രിഫറൻസസ് ആണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് വോട്ടേഴ്സ് ഹാവ് എ ക്ലിയർ ഓർഡേർഡ് പ്രിഫറൻസ് ഫോർ ഔട്ട്കംസ്. അവരുടെ ഔട്ട്കംസിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർഡേർഡ് പ്രിഫറൻസ്, അവർ പ്രിഫർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് വ്യക്തമാണ്. ആൻഡ് പ്രിഫറൻസസ് ഡിമിനിഷസ്, അവരുടെ പ്രിഫറൻസ് ഡിമിനിഷ് ചെയ്യുന്നു, കുറയുന്നു. ആസ് ഔട്ട്കംസ് മൂവ് ഫർദർ ഫ്രം ദെയർ ഐഡിയൽ പോയിന്റ്. അവരുടെ ഐഡിയൽ പോയിന്റ്, നേരത്തെ പറഞ്ഞ പീക്ക് പോയിന്റിൽ അതിൽ നിന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പ്രിഫറൻസും കുറയുകയാണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് യൂണി ഡയമെൻഷണൽ പോളിസി സ്പേസ് ആണ്. അതായത് ദ ഇഷ്യൂ ബീങ് വോട്ടഡ് ഓൺ ക്യാൻ ബി റെപ്രസെന്റ് ഓൺ എ സിംഗിൾ സ്പെക്ട്രം. ഒരു സിംഗിൾ സ്പെക്ട്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് റെപ്രസെന്റ് ചെയ്യാമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഓൺ എ പൊളിറ്റിക്കൽ സ്കെയിൽ. അതായത് പൊളിറ്റിക്കൽ സ്കെയിൽ ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ്, ഇങ്ങനെ ഒരു സിംഗിൾ സ്പെക്ട്രത്തിൽ നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാൻ, ഇങ്ങനെ കാണിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ ഡയഗ്രത്തിൽ കാണിച്ചതുപോലെ. അടുത്തത് മെജോറിറ്റി റൂൾ വോട്ടിംഗ് ആണ്. അതായത് ദ വിന്നർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മെജോറിറ്റി വോട്ട്. അത് അങ്ങനെ തന്നെയാണ്, കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അപ്പൊ ഇതൊക്കെ അതിന്റെ കീ അസംഷൻസ് ആണ്. ഇനി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. അതിന്റെ ഇംപ്ലിക്കേഷൻസ്. അതായത് ഒന്നാമത്തത് പൊളിറ്റിക്കൽ മോഡറേഷൻ ആണ്. അതായത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പോളിസിയാണ് ഇവർ എടുക്കുന്നത്. കാൻഡിഡേറ്റ്സ് ഓർ പാർട്ടീസ് ടെൻഡ് ടു അഡോപ്റ്റ് മോഡറേറ്റ് പൊസിഷൻസ് ടു ക്യാപ്ചർ ദ മീഡിയൻ വോട്ടർ. അത് മീഡിയൻ വോട്ടറെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അവോയ്ഡിങ് എക്സ്ട്രീം പോളിസീസ്, എക്സ്ട്രീം ആയിട്ടുള്ള പോളിസീസ് ഒക്കെ അവർ അവോയ്ഡ് ചെയ്യും. ഓക്കെ, അടുത്തത് പ്രെഡിക്റ്റബിലിറ്റി ആണ്. നമുക്ക് പ്രവചിക്കാൻ പറ്റുമെന്നുള്ളത്. നോയിങ് ദ പ്രിഫറൻസസ് ഓഫ് ദ മീഡിയൻ വോട്ടർ ഹെൽപ്സ് പ്രെഡിക്റ്റ് ഇലക്ഷൻ ഔട്ട്കംസ്. അതായത് അവരുടെ പ്രിഫറൻസസ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ മീഡിയൻ വോട്ടറിന്റെ പ്രിഫറൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ഔട്ട്കം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ഇംപ്ലിക്കേഷൻ. അടുത്തത് സ്റ്റെബിലിറ്റി ആണ്. പോളിസീസ് ദാറ്റ് അലൈൻ വിത്ത് ദ മീഡിയൻ വോട്ടർ. അത് മീഡിയൻ വോട്ടറുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന ആ പോളിസി, അവരുടെ ഇഷ്ടത്തിന് പോകുന്ന പോളിസീസ് ടെൻ ടു ബി മോർ സ്റ്റേബിൾ. അതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. സിൻസ് ദേ സാറ്റിസ്ഫൈ ദ മെജോറിറ്റി. അപ്പം ഇങ്ങനെ ഉള്ള ആൾക്കാരെ മെജോറിറ്റിയാണ്. അപ്പം ഇവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇത് ഇങ്ങനെയുള്ള പോളിസീസ് എന്താണ്? സ്റ്റേബിൾ ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്.
ഇനി നമുക്ക് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഇമാജിൻ എ പൊളിറ്റിക്കൽ ഇഷ്യൂ ലൈക്ക് ടാക്സ് റേറ്റ്സ്. അതായത് ടാക്സ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ റേഞ്ചിങ് ഫ്രം 0% ടു 50%. അതാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മിഡിലായിട്ട് ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്താൽ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാം. അത്രേ ഉള്ളൂ കാര്യം. അതായത് ഈ വോട്ടേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദി സ്പെക്ട്രം. അതായത് ഈ സ്പെക്ട്രത്തിൽ വോട്ടേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് പ്രിഫേർഡ് ബൈ ദ മീഡിയൻ വോട്ടർ. അപ്പം മീഡിയൻ വോട്ടർ പ്രിഫർ ചെയ്യുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു 25% ആയിരിക്കും. അതിന്റെ ഒരു മിഡിലായിട്ടായിരിക്കും. വിൽ ബി ദ വിന്നിംഗ് പോളിസി. അപ്പൊ ഇങ്ങനെ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്താൽ അതൊരു വിന്നിംഗ് പോളിസി ആയിരിക്കും. കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ആസ് ഇറ്റ് ഹാസ് ദ മെജോറിറ്റി സപ്പോർട്ട് ഓവർ എനി ആൾട്ടർനേറ്റീവ്. അപ്പൊ ഇവിടെയാണ് കൂടുതൽ മെജോറിറ്റി സപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.